ഹലോ, കൊങ്ങിണിപ്പൂക്കൾ ഇഷ്ടമല്ലേ? എന്ത് രസമാണ് ഈ വീഡിയോയിൽ കാണാൻ. ഇതിങ്ങനെ നിറച്ച് പച്ചപ്പാർന്ന ഇലകൾക്കിടയിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് കൊങ്ങിണിക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ വളരെ രസകരമായ കാഴ്ചയാണ്, അതുപോലെ മനോഹരവുമാണ്. ഇതെൻ്റെ വീട്ടുമുറ്റത്തെ കൊങ്ങിണിപ്പൂക്കളാണ് കേട്ടോ. ഇപ്പം ഇത് മഴയൊക്കെ കഴിഞ്ഞ സമയമല്ലേ, നന്നായിട്ട് വിടർന്ന് പുഷ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് അല്പം ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെറും നിലത്ത് നടുമ്പോൾ ചിലപ്പോൾ അത് വാടിപ്പോകുന്നത് കാണാം. അല്പം ശ്രദ്ധയോടെ നമുക്കിതൊന്ന് നടന്ന് നോക്കാം. അതുപോലെ തന്നെ വേറൊരു കളറാണിത്, മഞ്ഞ കളർന്ന ചുവപ്പ് നിറമുള്ള കൊങ്ങിണി. ഇത് പിടിച്ചു കിട്ടാൻ അല്പം പാടാണ് കേട്ടോ. എങ്കിലും നമുക്ക് ശ്രദ്ധയോടെ പരിപാലിച്ചാൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ. അതിനു വേണ്ടി നമുക്ക് കൊങ്ങിണി ചെടികളുടെ മൂത്ത കമ്പുകൾ സെലക്ട് ചെയ്യാം. പൂ വിരിഞ്ഞു വരുമ്പോൾ ഇളം തണ്ടുകളായിരിക്കും. അല്പം മൂത്ത തണ്ടുകൾ 1-2 നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കമ്പുകളായാലും മതി കേട്ടോ, വലിയ കമ്പുകൾ വേണമെന്നില്ല. ഇവ നമുക്ക് നിലത്ത് നടാതെ കൂടുകളിൽ പാക്കറ്റുകളിലാക്കി നട്ടുപിടിപ്പിച്ചാൽ മതി. എങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് പിടിക്കും. ഇനി ചുവപ്പിൻ്റെ 2-3 തണ്ടുകൾ. മഞ്ഞയെ കമ്പയർ ചെയ്യുമ്പോൾ ചുവപ്പ് പിടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. നമുക്കല്പം മണ്ണെടുത്ത് കവറുകളിൽ നിറയ്ക്കാം. ഈ കവറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന മിൽമക്കൂടിൻ്റെ പാക്കറ്റുകളാണ് കേട്ടോ. അവ തിരിച്ചെടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ തണ്ടുകളില്ലേ, അതിൻ്റെ മൊട്ടുകളും പൂക്കളും ഒക്കെ നമുക്ക് കളഞ്ഞ് വെട്ടിയൊരുക്കി ഭംഗിയാക്കാം. അവ വെട്ടിയൊരുക്കി കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഇലകൾ മതിയാവും. ആ ഇലകൾ മതി മണ്ണിൽ നിന്ന് അവയ്ക്ക് നിലനിൽക്കാനും അന്നജം ഉണ്ടാക്കിയെടുക്കാനൊക്കെ. ഞാനിപ്പോൾ 4 കവറുകളിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഉണ്ടാക്കിയത് എനിക്ക് ഇരിപ്പുണ്ട്. 2-3 മാസമായതൊക്കെ പൂവിടാൻ തുടങ്ങി. നിങ്ങൾ ഈ മണ്ണ് ശ്രദ്ധിച്ചോ? ഇതിൽ ഞാൻ പച്ചില വളവും ചകിരിച്ചോറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊങ്ങിണിക്ക് വേഗം വേര് പിടിക്കാനും അത് വളർന്നു കഴിയുമ്പോൾ അതിന് നല്ല വളമായിട്ട് ഈ മണ്ണ് ഉപയോഗിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം കേട്ടോ, എങ്കിലത് വാടാതെ നിന്നുകൊള്ളും. നോക്കിക്കേ, ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ കാണുമ്പോൾ വീടിനൊരു അലങ്കാരം തന്നെയാണ്. നമുക്കിവ വേണമെങ്കിൽ ചെടിച്ചട്ടിയിലോ നിലത്തോ അല്ലെങ്കിൽ ബൗണ്ടറിയൊക്കെ ആയിട്ട് കൊടുത്താൽ തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം തോന്നും. ഈ പൂക്കൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ?